നമസ്കാരം. ഇത് മണിപേച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇന്ന് രാവിലെ മാർക്കറ്റ് 140 പോയിന്റ് പ്ലസ്. എന്തുകൊണ്ട് 140 പോയിന്റ് പ്ലസ് എന്ന് വെച്ചാൽ ട്രംപ് ഭാഗവതരും നമ്മളെ പ്രഥമർ മോഡിയും തിരികെ സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ സംസാരിച്ച് അവസാനം ഒരു ട്രേഡ് ഡീൽ കൊണ്ടുവരുന്നതായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. നവംബർ മാസത്തിൽ ഒരു നല്ല ഒരു ഔട്ട്പുട്ട് കിട്ടുമെന്ന് ഈ ലോക്കൽ ഗവൺമെൻറ് സർക്കിൾസ് ഒക്കെ പറയുന്നു. ഈ സമയം 2 ഡാർക്ക് ക്ലൗഡ്സ് ഇരിക്കുന്നു. ഇന്ന് അതിനെ പക്ഷേ മാർക്കറ്റ് ഇഗ്നോർ ചെയ്തിരിക്കുന്നു. ഒന്ന് അമേരിക്കയിൽ ഒരു ഗ്രൂപ്പ് ഓഫ് റിപ്പബ്ലിക്കൻസ് എന്ന് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഹയർ ആക്ട് എന്ന് പറഞ്ഞു വന്ന് കൊണ്ടുവരുന്നു. HIRE ആക്ട്. അതായത് നാട്ടിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു സോഫ്റ്റ്വെയർ ഔട്ട്സോഴ്സ് ചെയ്തുവെങ്കിൽ നിങ്ങളുടെ പേരിൽ എക്സ്ട്രാ 25% ടാക്സ് ഇടണം. ആ സോഫ്റ്റ്വെയർ ചാർജിനെ ഇന്ത്യയിലകത്ത് കൊണ്ടുവരണം. ഇതിന് വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് റിപ്പബ്ലിക്കൻസ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ആക്ട് വരുമോ വരത്തില്ലേ എന്ന് അറിയത്തില്ല. ബട്ട് അത് പ്രപ്പോസൽ സ്റ്റേജിൽ ഇരിക്കുന്നു. ട്രംപ് ആകുവാതെ ലെഫ്റ്റിൽ എളിക്കുമോ റൈറ്റിൽ എളിക്കുമോ എന്ന് അറിയാതെ കാരണം എങ്ങനെ പോകുമെന്ന് അറിയത്തില്ല. ഇത് കാരണം നമ്മൾ IT സെക്ടർ പ്രഷറിലിരിക്കും. റെഡി ഒരു വർഷത്തിൽ 25% മുകളിൽ ഇൻഫോസിസും വിളുന്നു, ECSും വിളിഞ്ഞിരിക്കുന്നു. ഇതിൽ വന്ന് ഇത് രണ്ടും തന്നെ വലിയ ജെയിംസ് ഓഫ് IT. ഇതൊക്കെ 25-30% വീഴുന്നതാണ്. അല്ല മാർക്കറ്റിൽ പ്രഷറിനെ ഇടും. ദി ഹയർ ആക്ട് പാസ്സായെങ്കിൽ ഇന്ത്യയിൽ IT ഇൻഡസ്ട്രിക്ക് പ്രഷർ ഒരുപാട് ഇരിക്കും. നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. ഓൾറെഡി ജോബ്ലെസ് ഗ്രോത്ത് എന്ന് പറയുന്നത് ഇന്നും വലിയ ഒരു പ്രോബ്ലമായിട്ട് വന്ന് നിൽക്കും. ഇന്നും ഒരുപാട് ആൾക്കാരിന് ജോലി പോകും ഹയർ ആക്ട് ഓർഡറായെങ്കിൽ. അതേസമയം റഷ്യയ്ക്ക് ഒരു കെടു കൊടുത്തിരിക്കുന്നു ട്രംപ് ഭാഗവാദർ. ഇതിൻ്റെ ഒപ്പം നിങ്ങൾ സംസാരിച്ച് തീർത്തില്ലെങ്കിൽ അവർ ആക്ഷൻ എടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്ഡേറ്റ് വന്നു പോയി. ബൂട്ടിന് അതിന് നിനക്കും പെപ്പ നിൻ്റെ അച്ഛനും പെപ്പ എന്ന് പറഞ്ഞുകൊണ്ട് പോയായിരുന്നു. അപ്പോൾ ട്രംപ് എന്ത് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഇന്ത്യയുടെ മേലും ചൈനയുടെ മേലും ഇനിയും ടാരിഫ് ഇടണം അങ്ങനെ സംസാരിച്ചിരിക്കുന്നു. പക്ഷേ യൂറോപ്യൻ യൂണിയനും ടാരിഫ് ഇടണം എന്ന് പറഞ്ഞിരിക്കുന്നു. യൂറോപ്യൻ യൂണിയൻ ടാരിഫ് ഇന്ത്യയുടെ മേളിൽ ഇടണം. ഇട്ടാൽ ഞങ്ങളും ഇടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. 3 ഡിസ്റ്റിങ് ന്യൂസ് ഉണ്ട്. ഒന്ന് ഹയർ ആക്ട്, 2 വന്നിട്ട് യൂറോപ്യൻ യൂണിയൻ്റെ ഒപ്പം ട്രംപ് ചേർന്ന് ഇന്ത്യയുടെ മേലെ ടാരിഫ് ഇടുന്നത്. മൂന്നാമത് കാര്യം ട്രംപും പ്രഥമർ മോഡിയും സംസാരിച്ചത്. ഈ മൂന്നിലേത് ചെയ്യുമെന്ന് അറിയത്തില്ല. എങ്ങനെ പോയി തീരുമെന്നും നമുക്കറിയത്തില്ല. പിന്നെ 3 ബ്രോഡ് കോൺഗ്രസ് ഇന്ത്യയിൽ നടക്കാൻ പോകുന്നത്. 3-ൽ പ്രൈം മിനിസ്റ്റർ മോദിയും അവരും സംസാരിക്കുന്നത് തന്നെ നടക്കുമെന്ന് തോന്നുന്നു. ഇതെന്നെ മാർക്കറ്റും ഗസ് ചെയ്യുന്നു. ഇത് കാരണം തന്നെ ഇന്ന് 140 പോയിന്റ് പ്ലസിൽ മാർക്കറ്റ് ഇരിക്കുന്നു. സ്വർണം ലാസ്റ്റായിട്ട് ഒരു ബ്രീതർ എടുത്തുകൊണ്ടിരിക്കുന്നു. ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ടോപ്പ് ഔട്ടായി, ഡെയിലും ടോപ്പ് ഔട്ടായി 10,150 പ്ലസ് GST പ്ലസ് സ്റ്റാമ്പിംഗ് ചാർജസിലും ഇരിക്കുന്നു. ആൾമോസ്റ്റ് 11,000 രൂപയിൽ ഇരിക്കുന്നു. 24 ക്യാരറ്റ് ഗോൾഡ് 11,000 ക്രോസ് ചെയ്ത് പോകുന്നു. ഇന്നും ജിയോ പൊളിറ്റിക്കലായിട്ട് ഗോൾഡ് അലൈനായിട്ട് ഒന്നും തോന്നുന്നില്ല. കംപ്ലീറ്റ്ലി ജിയോ പൊളിറ്റിക്കൽ റാലിയാണ്. ഇന്നും നാളെയും അമേരിക്കയിൽ ഒരു ഇൻഫ്ലേഷൻ ഫിഗർ വരും. ആ ഇൻഫ്ലേഷൻ ഫിഗർ വെച്ച് തന്നെ ഡയറക്ഷൻ അറിയാൻ പറ്റും. ഒരിടത്തിൽ ജോബ് ലോസസ് ഇരിക്കുമ്പോൾ ഇന്നൊരു സ്ഥലത്തിൽ വിലവാശി കയറിയെങ്കിൽ ഒന്ന് സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറയും. അങ്ങനെയെന്ന് വെച്ചാൽ ഇൻഫ്ലേഷൻ കൂടുതലിരിക്കും, ഗ്രോത്ത് കുറഞ്ഞിരിക്കും. ഇപ്പോൾ ജെറോം പോൾ എന്ത് ചെയ്യും എന്ന ഒരു ചോദ്യം വരും. കാരണം തന്നെ മാർക്കറ്റ് വന്നിട്ട് ബ്രീതറിൽ എടുത്തുകൊണ്ടിരിക്കുന്നു. സ്റ്റോക്ക് മാർക്കറ്റും ഒരു ബ്രീതർ എടുത്തുകൊണ്ടിരിക്കുന്നു. റെക്കോർഡ് ഹയസ്റ്റിൽ ഇരിക്കുന്നു. ഇതുപോലെ ഇരിക്കുന്ന സമയം തന്നെ ആപ്പിൾ അവരുടെ പുതിയ ഐഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നു. ആപ്പിൾ വന്നിട്ട് ഐഫോൺ 17 ലോഞ്ച് ചെയ്തിരിക്കുന്നു. ഈ ഐഫോൺ 17 വന്നിട്ട് തിന്നർ ഫോണോ ഇരിക്കുന്നു. ഇതും അല്ലാതെ കുറച്ച് ന്യൂ ഫീച്ചേഴ്സ് ഇരിക്കുന്നതായിട്ട് പറയുന്നു. ഞാൻ ടെക്നിക്കൽ എക്സ്പേർട്ട് അല്ല. നിങ്ങൾക്ക് തമിഴിൽ ഇതിനെക്കുറിച്ച് പല ടെക്നിക്കൽ എക്സ്പേർട്സ് ഒക്കെ പറഞ്ഞിരിക്കും. അതിൻ്റെ വാച്ച്, അതായത് iWatch, എയർപോഡ്സ് ഒക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. iWatch എന്നത് BPM മോണിറ്ററിൻ്റെ ഒപ്പം ചെയ്തിരിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ബ്ലഡ് പ്രഷറിന് അതിൽ എപ്പോൾ വേണമെങ്കിലും മോണിറ്റർ ചെയ്യാം എന്നാണ് പറഞ്ഞത്. ഒരാളായിട്ട് പ്രൈമറി ഹെൽത്ത് കെയർ എന്ന് പറയണത് ടച്ച് മൂവ് ആകും, വേരിയബിൾസ് മൂവ് ആകും എന്ന് പറഞ്ഞത് നടന്നുകൊണ്ടിരിക്കുന്നു. എക്കണോമിസ്റ്റിൽ ഒരു ആർട്ടിക്കിൾ വന്നിരിക്കുന്നു. ലാർജ് ലാംഗ്വേജ് മോഡൽസ് എന്നത് വലുതായിട്ട് സംസാരിക്കാൻ പറ്റില്ല. ChatGPT പോയ വേർഷൻ വന്നിട്ട് അത്ര വലിയ സക്സസ്ഫുൾ അല്ല. അതിൻ്റെ മുമ്പേ ഇരുന്നത് കാട്ടിലും വളരെ ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും ഇതിലില്ല. അത് കാരണം ലിമിറ്റ് റീച്ച് ചെയ്തോ എന്ന് ആദ്യത്തെ പ്രാവശ്യം മേജർ പബ്ലിക്കേഷനിൽ ഒരു നെഗറ്റീവ് ആർട്ടിക്കിളും വന്നിരുന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് അവിടെ ഇവിടെ ആടിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും മിസ്ഫോക്ക് സ്മോൾ സ്കെയിൽ സ്മോൾ ലാംഗ്വേജ് മോഡൽ ആവശ്യമുള്ള അത്രയും ലാംഗ്വേജ് അറിഞ്ഞാൽ മതി എന്ന് തനിത്തനിയായ മോഡൽസിനെ ഡിസൈൻ ചെയ്യുന്നു. ഇത് ആപ്പിൾ പോലത്തെ കമ്പനിക്ക് ഒരു വലിയ അഡ്വാൻറ്റേജ് കൊടുക്കുന്നു.
നിയർലി $1 ബില്യൺ ടാരിഫിന് വേണ്ടിയിട്ട് എക്സ്ട്രാ പേ ചെയ്യാൻ പോകുന്നു ആപ്പിൾ. $1 ബില്യൺ പേ ചെയ്താലും പ്രോഫിറ്റബിളായി തന്നെ ഇരിക്കുമെന്ന് ആപ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഈ ടാരിഫ് കാരണം വില കയറ്റിയില്ല. $799 $1,030 വരയ്ക്കും ഐഫോൺ 17 വാല്യൂ ഇരിക്കും. ആപ്പിളിൻ്റെ സ്റ്റോക്ക് ഇത് കാരണം കുറച്ച് താഴെ വീണു. മാർജിൻസ് കുറയുമെന്ന് ബ്രോഡ്കോം, കോൾകോം ഇതുപോലത്തെ ഇമ്പോർട്ടൻറ്റ് സപ്ലയർ ആപ്പിൾസിൻ്റെ ഒപ്പം സ്റ്റോക്ക് വാല്യൂ ഇറങ്ങിയിരിക്കുന്നു. ഈ പീരിയഡിൽ ഓവറോൾ ആപ്പിളിനെ വളരെ കെയർഫുള്ളായിട്ട് നോക്കണമെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ആപ്പിൾ ഇല്ലെങ്കിലും നമ്മൾ ബഫറ്റ് അപ്പൂപ്പൻ്റെ ഒരു പോർഷൻ വച്ചിരിക്കുന്നു. കാശായിട്ട് വലിയ പോർഷന് മുമ്പേ തന്നുകൊണ്ട് ഹാപ്പി സ്മൈലിംഗ് ഇൻ ദി ബാങ്ക് എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കാരണം ഈ ന്യൂസ് നമുക്ക് നല്ല ന്യൂസാണ് എന്ന്. അടുത്ത ന്യൂസ് ഇന്ത്യയിൽ വരുമ്പം ഇന്ത്യയിൽ ആദ്യത്തെ ന്യൂസ് വന്നിട്ട് അറ്റാൻഡ ഹീലിയോസ്, അതായത് മൾട്ടി വാച്ച് ബ്രാൻഡാണ്. ബ്രാൻഡ് വാച്ചിനെയും അവരെ ബ്രാൻഡ് നെയിമിൽ വിൽക്കുന്നത് 700 കോടി ഇരിക്കുന്ന ടേൺ ഓവറിന് അതിന് 3 വർഷത്തിൽ 2000 കോടി ആക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. ഇത് വന്നിട്ട് സൂഡിയയിലും അവരുടെ സിസ്റ്റർ ബ്രാൻഡ്സിലും പേൾ ടോസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡഡ് ട്രെൻഡ് ലോഞ്ച് ചെയ്തിരിക്കുന്നു. ഈ ബേൺ ടോസ്റ്റ് എന്ന് പറയുന്നത് ബേസിക്കലി ടീ കോഫി കുടിക്കുന്നത് പോലെ ഒരു സ്നാക്കിംഗ് പോയിന്റ് ആയിട്ട് അനൗൺസ് ചെയ്തിരിക്കുന്നു. വളരെ ലോ ലെവൽ ലോഞ്ചാണ്. ഞങ്ങളിപ്പോഴത്തെ സിറ്റിയിൽ ട്രെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് അറിയാൻ വരുന്നു. ഇപ്പം നിങ്ങൾ നോക്കിയെങ്കിൽ ടാറ്റാസിൽ വന്നിട്ട് ഒരുപാട് റീറ്റെയിൽ ഫോക്കസ് ആയിരിക്കുന്നു. ഓണറിൻ്റെ അനിയൻ വന്നിട്ട് കാലിക്കറ്റിൽ. കാരണം നോക്കിയെങ്കിൽ കമ്പനിയുടെ ഫോക്കസ് റീറ്റെയിലിൽ പോകുന്നു. അതേസമയം ടാറ്റ മോട്ടോഴ്സ് എന്ത് പറഞ്ഞിരിക്കുന്നു എന്ന് വെച്ചാൽ ബിച്ച് ലോൺ ഒന്ന് അനൗൺസ് ചെയ്തിരിക്കുന്നു. മോർഗൻ സ്റ്റാൻലിയും ബുഷി ബാങ്കും ചേർന്ന് ആവശ്യമുള്ള $4.5 ബില്യൺ ലോണിന് കൊടുക്കാമെന്ന് സമ്മതിച്ചിരിക്കുന്നു. ഈ $4.5 ബില്യൺ എന്തിനു വേണമെന്ന് വെച്ചാൽ ഇവാക്കോ ഒരു വാങ്ങാൻ വേണ്ടിയിട്ട് 2 ബാങ്കും ഫൈനാൻസ് ചെയ്യുന്നതായിട്ട് സമ്മതിച്ചിരിക്കുന്നു. അതേസമയം ഒരു IPO ഓടിക്കൊണ്ടിരിക്കുന്നു. ഇത് അർബൻ കമ്പനി IPO ആണ്. നമ്മളെ വീട്ടിൽ ഒരു പ്ലംബർ വേണം, ഇലക്ട്രീഷ്യൻ വേണമെന്നാൽ ഉള്ള ടെക്നോളജി യൂസ് ചെയ്ത് വിളിക്കുന്ന IPO ആണത്. ഇന വന്നിട്ട് എക്സിസ്റ്റിംഗ് പ്രൊമോട്ടർ വെളിയിൽ പോകുന്നു. 98,103 ഇരിക്കുന്നു പ്രൈസ്. 35% ഗ്രേ മാർക്കറ്റിൽ പ്രീമിയം ഇരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ലോട്ടറി ട്രൈ ചെയ്ത് നോക്കാം. ലക്ക് കിട്ടിയെങ്കിൽ ഉടനെ വെളിയിൽ പോകണം. ഇനിയൊരു കാര്യം, ഇന്ത്യസ് മോസ്റ്റ് സക്സസ്ഫുൾ കമ്പനി വരാൻ പോകുന്നു. ആ കമ്പനി പേര് വന്നിട്ട് ലെൻസ്കാർട്ട്. പേയിഷ് ബാൻസൽ എന്ന ആളെ സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണിത്. അവർ അമേരിക്കയിൽ മൈക്രോസോഫ്റ്റിൽ വർക്ക് ചെയ്ത ആളാണ്. മൈക്രോസോഫ്റ്റിൽ ഒരുപാട് കൊല്ലം വർക്ക് ചെയ്തിട്ട് വെളിയിൽ വന്നവരാണ്. അവരൊപ്പം സുമന്ത് കാപ്പീൻ എന്ന ഒരാളുമുണ്ട്. വന്നിട്ട് ഈ റേബാൻ പോലത്തെ ഹൈ എൻഡ് ഗ്ലാസസ് വിൽക്കുന്ന കമ്പനിയിൽ പ്രൊഡക്ഷൻ മാനേജറായി ഇരുന്ന ആളാണ്. അത് റീറ്റെയിലിൽ പോയി സക്സസ് ആകാതെ കാരണം ഇവർ കമ്പനിയിൽ വന്ന് ചേർന്നു. ഇവർ IDGM MSL ECM സുന്ദരം എന്ന ആളിന് റെഗുലറായിട്ട് മെയിൽ അയച്ചുകൊണ്ടേയിരുന്നു. സുന്ദരം ഒരു പ്രാവശ്യം വെളിനാട്ടിൽ പോണ സമയം ഈ മെയിലിനെ റിപ്പീറ്റഡായി നോക്കിയപ്പം ഒരു ഓഫീസിലിരുന്ന് പെറ്റി എന്ന ഒരാളിനെ അയച്ച് കമ്പനി നൊയ്ഡയിൽ എന്താണ് ചെയ്യുന്നു, ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാമോ എന്ന് നോക്കാൻ പറഞ്ഞായിരുന്നു. ഒരിടത്ത് ശരിയായിട്ടുള്ള ബിസിനസ് പ്ലാനുമില്ല. ഒരു IDG വെഞ്ചേഴ്സ് എന്ന പേര് ഇപ്പം മാറിയിരിക്കുന്നു. കമ്പനിയെ ബാംഗ്ലൂരിൽ വിളിച്ച് സംസാരിക്കുന്നെന്ന് പറഞ്ഞ ഉടനെ 40% സ്റ്റേക്കിന് 20 കോടി രൂപ കാശ് കൊടുത്ത് സ്റ്റാർട്ട് ചെയ്ത കമ്പനി ഇതൊരു വിദ്യാശമായ ഒരു കാര്യം ചെയ്യുന്നു. ഇവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ഫുൾ ബാക്ക് എൻഡിനെ ടൈപ്പ് ചെയ്തു. പല സ്ഥലങ്ങളിൽ ഫാക്ടറീസ് ഇരിക്കുന്നു. പല സ്ഥലങ്ങളിൽ എക്സിസ്റ്റിംഗ് ബ്രാൻഡിനെ വാങ്ങി നാഷണൽ ബ്രാൻഡായി മാറി. അതേസമയം ഇപ്പോൾ ഇരിക്കുന്ന ടെക്നോളജിയെ മാത്രം വെച്ച് ഫ്രണ്ട് എൻഡിൽ വിറ്റാൽ മാത്രം പോരാ, വളരെ സെപ്പറേറ്റ് ആയിട്ട് കട ഇടണം എന്ന് പറഞ്ഞ് ഒരുപാട് സ്ഥലങ്ങളിൽ കട ഇട്ടിട്ടുണ്ട്. മാറ്റർ ഓഫ് വിത്തിൻ 10 years $1 ബില്യൺ കമ്പനി അവർ ബിൽഡപ്പ് ചെയ്തു. മറ്റേ കമ്പനി പോലെ ഇല്ലാതെ ഒരു ഫുൾ സൈസായിട്ട് അവർ കമ്പനിയെ വളർത്തെടുത്തു. പ്രൊമോട്ടർ ഒരാൾ ആവശ്യം എന്ന കാരണത്താൽ അവർക്ക് കുറച്ച് വിലയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സൊക്കെ ഷെയർസിന് തിരികെ കൊടുത്ത് അവരെ 10% മേലാക്കി പ്രൊമോട്ടറായിട്ട് വച്ചിരിക്കുന്നു. കമ്പനി പബ്ലിക് ഇഷ്യൂട്ടെങ്കിൽ വാല്യുവേഷൻ എക്സ്ട്രീംലി ഹൈ ആയിരുന്നാലും പ്രോഫിറ്റ് മേക്കിംഗ് കമ്പനിയാണ്. ഐലൻഡ് പാർക്കർ എന്ന് പറഞ്ഞു അമേരിക്കയിൽ ഒരു കമ്പനി നടത്തി സക്സസ്ഫുള്ളായിട്ട് ചെയ്തു. പിന്നെ വന്നിട്ട് ആഡം ഗ്രാൻഡ് എന്ന് പറയുന്ന ഒരു സൈക്കോളജിക്കൽ പ്രൊഫസർ ഒറിജിനൽസ് എന്ന പുസ്തകത്തിൽ കവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ അടിച്ചാൻ കാപ്പി പോലെ എടുത്തു ഇന്ത്യയിൽ സക്സസ്ഫുള്ളായിട്ട് ചെയ്തിരിക്കുന്നു. I++ ചെയ്യാൻ പറ്റാത്തതിന് ചെയ്തു. അതിനെക്കാട്ടിലും പല മടങ്ങ് ബെനി വളർന്നിരിക്കുന്നു. നമ്മൾ ഈ കമ്പനി ഇൻവെസ്റ്റ്മെൻറ്റ് വാച്ച് ലിസ്റ്റ് വയ്ക്കാം. അപ്പോൾ നമുക്ക് വാല്യുവേഷനെ കുറിച്ച് ഒന്നും അറിയത്തില്ല. ഉരുട്ടി നോക്ക്, അടിച്ചെങ്കിൽ മച്ചം എന്ന് പറഞ്ഞു വെച്ചോ. അർബൻ കമ്പനിയിൽ എക്സിറ്റ് ബട്ടൺ തട്ടണങ്ക. എക്സിറ്റ് ബട്ടൺ നിങ്ങൾ കൊടുക്കണ്ട. ഇട്ടെങ്കിൽ വളരെ ലാഭം കിട്ടും. അറ്റ്ലീസ്റ്റ് ടൈറ്റൻ I+ൻ്റെ 10 times ബിഗ്ഗറാണ്. കമ്പനി വന്നിട്ട് സക്സസ്ഫുൾ ആയിട്ട് ഇരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഡ്രാസിലും പല സ്ഥലങ്ങളിൽ റീറ്റെയിൽ സ്റ്റോർ ഇരിക്കുന്നു.
ഡാനിയൽ വിനോദ് കൂടെ കമ്പനി വാങ്ങുന്ന സമയം ചീപ്പായിരിക്കുന്നു എന്ന് പറഞ്ഞ് ഈസിயாக വാങ്ങും. അപ്പോൾ ഇവിടെ പല കോമ്പറ്റീഷൻ ഇരുന്നാലും സ്പെക്ടക്കിൾസ് എന്ന് പറയുന്നത് ഹൈ മാർജിൻ പ്രോഡക്റ്റ്സ് ആണ്. കാരണം തന്നെ ഈ പ്രോഡക്റ്റിന് അവർ ചൂസ് ചെയ്തിരിക്കുന്നു. മാർജിനെ കട്ട് ചെയ്ത് പ്ലേ കൊടുത്ത് മറ്റ കോമ്പറ്റീഷന് ഗാലിയാക്കി. ഇത് കാരണം ഈ കമ്പനിയെ ഡെഫിനറ്റായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യാം. ഇൻഫോസിസ് എന്ത് ചെയ്തിരിക്കുന്നു എന്ന് വെച്ചാൽ ബാങ്കിങ് മാർക്കറ്റ് പ്ലേസിന് പ്രൈസിന് മുകളിൽ കയറ്റാൻ വേണ്ടിയിട്ട് ബൈബാക്ക് അനൗൺസ് ചെയ്തിരിക്കുന്നു. നാളെ ബോർഡ് മീറ്റിങ്ങിൽ അത് കൺഫേം ആവും. അത് എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ബാങ്കിലിരിക്കുന്ന കാശിനെ എടുത്ത് ഒരു സ്റ്റോക്കിന് അവർ തന്നെ വാങ്ങി നമ്പർ ഓഫ് സ്റ്റോക്സിനെ കുറയ്ക്കുന്നു. മീറ്റർ കൂടുതലിരുന്നും മൈനറായി ഇൻക്രീസ് ആയാലും മീറ്റർ കുറഞ്ഞുവെങ്കിൽ അവരുടെ സ്റ്റോക്കിൻ്റെ വില കയറും. ഇരുന്ന് ഇൻഫോസിസ് മേളിലിരിക്കേണ്ട ഇത് കാരണം തന്നെ ടേമിൽ ഇൻവെസ്റ്റേഴ്സിന് ഇത് നല്ലതാണ്. നന്ദി, നമസ്കാരം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവെങ്കിൽ ഈ വീഡിയോനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. പറ്റുമെങ്കിൽ ഈ വീഡിയോനെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും അയച്ച് അവരെ നോക്കാൻ പറയുക. നന്ദി, നമസ്കാരം.